ജീവിതം പരാജയത്തിലേക്ക് പോവുകയാണോ? സാമ്പത്തികമായി തകർച്ചയിലാണോ നിങ്ങൾ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇണയെ സ്വന്തമാക്കാൻ സാധിക്കുന്നില്ലേ? വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ, അതിനൊരു ശാശ്വത പരിഹാരമാണ് നിങ്ങൾ തേടുന്നതെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കുക. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജ്യോതിഷ കുടുംബാംഗവും 27 വർഷത്തെ ജ്യോതിഷ പാരമ്പര്യവുമുള്ള ജ്യോതിഷൻ ഇരവി പെരൂർ പ്രസാദിന്റെ സേവനം ഇപ്പോൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഏതുവിധ പ്രശ്നങ്ങളും ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കി പരിഹാരം നിർദ്ദേശിക്കുന്നു. ഞങ്ങളുടെ ജ്യോതിശാലയത്തിന് ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഉടൻ ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനുമായി താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ശ്രീഭദ്ര ആസ്ട്രോളജി റിസർച്ച് സെന്റർ യൂട്യൂബ് ചാനലും പേജുകളും സന്ദർശിക്കുക. നമസ്കാരം. ശ്രീഭദ്ര ജ്യോതിശാലയത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായിട്ടുള്ള ജ്യോതിഷ പ്രേമികൾക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഇന്ന് പറയുന്നത് വിഷുഫലമാണ്. വിഷു എന്ന് പറഞ്ഞാൽ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ്. ഒരു വിളവെടുപ്പ് ഉത്സവം കൂടിയാണ് വിഷു എന്ന് പറയുന്നത്. പിന്നെ കൂടാതെ തന്നെ ആദിത്യൻ അതിന്റെ ഉച്ചരാശിയായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന ഒരു സമയം കൂടിയാണ് വിഷു എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ പൊതുവില് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒരു സമയമാണ് വിഷു സംക്രമം അല്ലെങ്കിൽ വിഷു. അപ്പോൾ ഈ ഒരു മേടം മുതൽ അടുത്ത മേടം വരെ നമുക്ക് ഈ ഒരു വിഷുഫലം എങ്ങനെയാണ് ചിന്തിക്കാം. ഇനി നമ്മൾക്ക് പറയാനുള്ള കാർത്തിക നക്ഷത്രക്കാരെ പറ്റിയാണ്. കാർത്തിക നക്ഷത്രക്കാര് രണ്ട് കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണ്. ഒന്ന് മേടൻ കൂറിൽപ്പെട്ടവരും മറ്റൊന്ന് ഇടവ കൂറിൽപ്പെട്ടവരും അല്ലേ. അപ്പൊ മേടക്കൂറിൽപ്പെട്ടവരെ പറ്റി പറയുകയാണെങ്കിൽ അവർക്ക് കുറച്ച് പ്രശ്നങ്ങളോടൊക്കെ പോകുന്നുണ്ട്. ഇടവക്കൂറുകാരെ ഇപ്പോൾ അവര് വലിയ പ്രശ്നങ്ങളില്ല എങ്കിലും ചെറിയ പ്രശ്നങ്ങളിലൂടെയൊക്കെ അവരും പോകും. പക്ഷെ എന്നാലും മേടക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരാണെങ്കിൽ ഇപ്പൊ പലരും ചിന്തിക്കും എന്താണ് മേടക്കൂറ് ഇടവക്കൂറ് എന്നൊക്കെ അല്ലെ. നിങ്ങള് ജനിച്ച നക്ഷത്രത്തിന്റെ അടിസ്ഥാനം എത്രയിൽ ചെന്നു എന്നുള്ളതാണ്. അതായത് ആദ്യമാണ് ജനിച്ചതെങ്കിൽ അത് ആ നക്ഷത്രത്തിന്റെ ആദ്യ 15 നാഴികയിലാണെങ്കിൽ മേടക്കൂറും ബാക്കിയുള്ള ഭാഗത്താണെങ്കിൽ ഇടവക്കൂറും എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ നക്ഷത്രത്തിന്റെ എത്ര ചെന്നു എന്നൊക്കെ മനസ്സിലാക്കിയെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതവിടെ നിൽക്കട്ടെ. അപ്പം കാർത്തികക്കാരുടെ പൊതുവിലുള്ള ഫലം പറയാം കേട്ടോ. അപ്പം അങ്ങനെ വരുമ്പോൾ കാർത്തികക്കാര് പൊതുവിൽ ഇപ്പോഴ് കുറച്ച് ആൾക്കാർക്ക് ചെറിയ പ്രശ്നങ്ങളും എന്നാൽ കുറച്ച് ആൾക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥ കൂടിയാണ്. ഇപ്പൊ പൊതുവിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം മെച്ചകരമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഒന്നും തന്നെ അഭിമുഖീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫാണ്. ജൂൺ മാസത്തിന് ശേഷം ഇതിനേക്കാൾ വളരെ അത്യുന്നതമായിട്ടുള്ള ഒരു നിലയിൽ നിങ്ങൾ എത്തും. സാമ്പത്തികമായിട്ടുള്ള പലവിധ ലാഭങ്ങളും മനോസന്തോഷങ്ങളും രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തിയും അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള മേഖലയിൽ ജോലി തേടി പോകുന്നതായിട്ടൊരു അവസ്ഥയുണ്ടാവും. അതുപോലെ തന്നെ വിദേശത്ത് പഠനം ഇത്യാദി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ പോകുന്നതായിട്ടുള്ള ഒരു സമയമാണ്. അതോടൊപ്പം തന്നെ നമുക്ക് വിനോദ സംബന്ധമായിട്ടുള്ള അതായത് നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ വിനോദത്തിലൊക്കെ ഏർപ്പെടാനായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ സാഹിത്യം, സംഗീതം ഇത്യാദി കലകളിലൊക്കെ നിങ്ങൾക്ക് കഴിവ് തെളിയിക്കാൻ പറ്റുന്ന ഒരു സമയം കൂടിയാണ് ഇനിയും വരുന്നത്. ഇപ്പോൾ മോശമായിട്ടിരിക്കുന്ന അവസ്ഥയിലുള്ളവർ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരു ജൂൺ മാസം വരെ ഈ ഒരു സമയം ഇതേപോലെ തന്നെ കടന്നു പോകും. അതിനുശേഷം നിങ്ങൾക്ക് നേരിയ വ്യത്യാസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. നേരിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ അതേ ഫലങ്ങൾ കുറച്ചെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ നക്ഷത്രക്കാർ പൊതുവിൽ നിങ്ങളുടെ ഈ ഒരു തടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടി നിങ്ങൾ വിഷ്ണു ഭഗവാനെ ഭജിക്കുക എന്നുള്ളതാണ്. കൃഷ്ണന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതുപോലെ തന്നെ ശാസ്താവിന് നീലാഞ്ജന വർച്ചന മുതലായ വഴിപാടുകൾ നടത്തുക, അതുപോലെ തന്നെ പിന്നെ സുബ്രഹ്മണ്യ സ്വാമിക്ക് യഥാശക്തി വഴിപാടുകൾ നടത്തുക. കൂടാതെ തന്നെ സർവ്വവിഘ്നോപശാന്തിക്കായിട്ട് ഹോമം ഇത്യാദി കാര്യങ്ങൾ നടത്തുന്നതും വളരെ നല്ലതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ തടസ്സങ്ങൾ നീങ്ങി നിങ്ങൾക്ക് ജീവിതത്തിൽ വളരെയധികം പുരോഗതി ഉണ്ടാവും. സാമ്പത്തികപരമായിട്ടുള്ള ലാഭങ്ങൾ ഉണ്ടാവും. രോഗദുരിതങ്ങൾ അകന്നു കിട്ടും. അതുപോലെ കുടുംബത്തിലെ അലശണ്ടകളിലൂടെ പോകുന്ന പല ആൾക്കാരും ഉണ്ടല്ലേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് അടിയും തല്ലും ബഹളമൊക്കെയാണ്. ഞാൻ പറയുന്നത് ഞാനൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ മറ്റൊരാൾ തയ്യാറാവാത്ത ഒരു അവസ്ഥ ഇപ്പൊ നിങ്ങളുടെ ഒട്ടുമിക്ക ആൾക്കാരിലും ഉണ്ട് കുടുംബത്തിലല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് മാറും ഈ പറഞ്ഞ വഴിപാടുകൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ. എന്നാൽ ഈ ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ജീവിതത്തിൽ വളരെയധികം പുരോഗതികൾ ഈ ഒരു മധ്യഭാഗത്തിന് ശേഷം നിങ്ങളെ തേടി എത്തുന്നതാണ്. അപ്പം നന്നായിട്ട് പ്രാർത്ഥിക്കുക, പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.